വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇത് ഒരു സദൃശം അലങ്കാരവുമായ എഴുത്താണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതില് ഈ ഗ്രന്ഥം നമുക്ക് അനുഗ്രഹം വാഗ്ദത്തം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് വായിക്കുന്നവർ, വായിച്ച് കേൾപ്പിക്കുന്നവർ, പ്രമാണിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇതൊരു സമാപ്തിയുടെ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം സമാപ്തിയുടെ ഗ്രന്ഥമാണ്. ഏഴുകളുടെ ഒരു ഗ്രന്ഥമാണ്. ഒത്തിരി ഏഴുകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 നിലവിളക്ക്, 7 ദൂതന്മാർ, 7 പൊൻകലശം, അങ്ങനെ 7 സഭകൾ തുടങ്ങി ഏഴുകളുടെ ഒരു നീണ്ട നിര ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം ഏകദേശം ചില സാദൃശ്യങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനം ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എഴുതിയ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ് രചിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം മുദ്രയിടപ്പെട്ട ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം മുദ്ര ഭേദിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ദാനിയേൽ പ്രവചനം പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ 27ാമത്തെ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27ാമത്തെ ഗ്രന്ഥമാണ്. ഇങ്ങനെ ഈ 2 ഗ്രന്ഥങ്ങളും ഭാവിപരമായ കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഇനി നോക്കിക്കാട്ടെ, ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകമായിട്ട് താരതമ്യം ചെയ്താൽ പാപത്തിന്റെയും ശാപത്തിന്റെയും ആരംഭം ഉൽപ്പത്തിയിൽ കാണുന്ന വെളിപ്പാടിലേക്ക് വരുമ്പോൾ പാപത്തിന്റെയും ശാപത്തിന്റെയും അന്ത്യത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവൃക്ഷം മനുഷ്യൻ നഷ്ടപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ ജീവവൃക്ഷം മനുഷ്യൻ തിരികെ പ്രാപിക്കുകയാണ്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന് ദൈവത്തോടുള്ള സാമീപ്യം നഷ്ടപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഓരോ തലങ്ങളും വളരെ ബന്ധപ്പെട്ട് ധരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി നോക്കിക്കാൻ വാക്യത്തിലേക്ക് വന്നാട്ടെ. റോമ സാമ്രാജ്യം അതിന്റെ അത്യുച്ചകോടിയിൽ വിരചിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്ന് ഡൊമിഷ്യൻ ചക്രവർത്തി യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. AD 81 മുതൽ 96 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ എന്ന അപ്പോസ്തലനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തണലിന് വേണ്ടി ഒരു മരം പോലും ഇല്ലാത്ത ഒരു ദ്വീപാണ്. കുറ്റവാളികളെ, രാജ്യദ്രോഹം ചെയ്യുന്ന ആളുകളെ ഒക്കെ നാടുകടത്തി അവർ അവിടെ കൊണ്ട് ജീവിതം അവസാനിച്ചു. പക്ഷേ ദൈവത്തിന്റെ സുവിശേഷവും ദൈവത്തിന്റെ വചനവും നിമിത്തം, ദൈവത്തിന്റെ സാക്ഷി നിമിത്തം യോഹന്നാൻ അപ്പോസ്തലനെ അന്നത്തെ ചക്രവർത്തി നാടുകടത്തിയപ്പോൾ പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയിൽ ഭയാനകമായ വിജനമായ ദ്വീപിൽ ആരും ആശ്രയമില്ലാത്തിടത്ത് മഹോന്നതനായ സ്വർഗത്തിലെ ദൈവം തനിക്ക് വേണ്ടി വെളിപ്പെട്ടിറങ്ങുകയുണ്ടായി. തേജസ് വാരിച്ചുറ്റവരായി, മാറത്ത് പൊൻകച്ച കെട്ടിയവരായി, വെള്ളോട് സദൃശമായ കാരണവരായി, പെരുവെള്ളത്തിന് ഇരച്ചു പോലെ ശബ്ദമുള്ളവരായി, ഉലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ കാരണവരായി, ആ സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖമുള്ളവരായി മഹാദൈവം തന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ ഏകാന്തതയിൽ ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങളെ എവിടെയൊക്കെ തകർത്ത് കളയുമെന്ന് ശത്രു വിധി എഴുതിയോ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിങ്ങൾ സേവിക്കുന്ന മഹോന്നതനായ ദൈവം വെളിപ്പെട്ടടങ്ങുക തന്നെ ചെയ്യും. പറഞ്ഞാട്ടെ, പ്രതിസന്ധികളുടെ മുമ്പിൽ താരത്തില്ല, പ്രതികൂലങ്ങളുടെ മുമ്പിൽ തകർന്നു പോകത്തില്ല. എവിടെ നിങ്ങൾ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നുവോ അവിടെ മഹാദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷമാകുക തന്നെ ചെയ്യും. ഒരു വിശ്വാസിയുടെ മഹത്വകരമായ പ്രത്യാശ എന്നത് അവൻ കർത്താവിന്റെ മടങ്ങിവരവനാണ്. അതിനുവേണ്ടിയാണ് പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്ന് പറയുകയാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 14 പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമെടുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ പിന്നെയും വന്ന് നിങ്ങളെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവിന്റെ മടങ്ങിവരുന്ന അനന്തര സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇന്ന് ശുശ്രൂഷിക്കാനുള്ള സമയമില്ലെങ്കിലും ലഭിക്കുന്ന അവസരത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1:11 പറയുന്നു, ഞാൻ കർത്താവിന്റെ സ്വർഗ്ഗാരോഹണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ ഞാൻ മടങ്ങി വരുമെന്ന് തന്നെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് യോഹന്നാന്റെ ദൈവം അരുളിച്ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രൗഢ ഗംഭീരമായ വെളിപ്പാട്, 2-3 അധ്യായങ്ങളിൽ 7 സഭകൾക്കുള്ള ദൂത്, 4-ാം അധ്യായം മുതൽ മേലാൽ
തരാം എന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, കർത്താവിന്റെ വരവിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. മരിച്ച വിശുദ്ധന്മാർ അവരുടെ ശരീരം പ്രാപിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. രണ്ട് സംഭവങ്ങൾ. കർത്താവിന്റെ വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട്. ഒന്ന്, തന്റെ മേഘ പ്രത്യക്ഷത. വെളിപ്പാട് പുസ്തകം 16:15 പറയുന്നു, ഏത് ദിവസത്തിൽ നിങ്ങളുടെ കർത്താവ് വരുമെന്ന് നിങ്ങൾ അറിയാതെ ഉണർന്നിരിപ്പീൻ, ഞാൻ കള്ളനെ പോലെ വരും. അതെ, കർത്താവിന്റെ ഒന്നാമത്തെ വരവ് അവൻ തന്റെ ദൈവസഭയ്ക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ തന്റെ രഹസ്യവരവാണ്. അടുത്തൊരു പ്രത്യക്ഷത തന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. വെളിപ്പാട് പുസ്തകം 1-7 വാക്യം വായിക്കുമ്പോൾ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവനെ കാണും. വെളിപ്പാട് പുസ്തകം 4-ൽ ദൈവസഭയുടെ ഉൾപ്രാവണവും അവൻ കർത്താവിന്റെ മേഘ പ്രത്യക്ഷതയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ നോക്കിക്കാട്ടെ, തെസ്സലോനിക്ക ലേഖനം 4-16-17 വാക്യങ്ങളിൽ ഇപ്രകാരം കർത്താവിൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറയുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഓരോരുത്തരായി അവനെ എതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ ഗംഭീരനാദം. ഇവിടെ നോക്കിക്കേ, കർത്താവിൻ ഗംഭീരനാദം. കർത്താവിന്റെ വരവിൽ കർത്താവിൻ ഗംഭീരനാദം മുഴങ്ങും. എന്താണ്? ഇവിടെ കയറി വരിക എന്ന ശബ്ദമാണ്. ഇവിടെ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ കാന്തയായ സഭയെ ചേർക്കുവാൻ വേണ്ടി നമ്മുടെ എരുമകളായ കർത്താവ് വരുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം ഇവിടെ കയറി വരിക എന്ന ശബ്ദമാണ്. ആ ശബ്ദം കാഹളനാദത്തിനൊത്തവണ്ണം സ്വർഗ്ഗത്തിൽ നിന്ന് മുഴങ്ങുമ്പോൾ ഇവിടെ കർത്താവിനെ നീതിയോടെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജന പ്രാർത്ഥനയെ പോലെ 1000 ജ്യോതിർഗോളങ്ങളെ താണ്ടിക്കൊണ്ട്, അഖിലാണ്ട മണ്ഡലങ്ങളെ താണ്ടിക്കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. നമ്മുടെ അനുഭവമായ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് തന്റെ ഗംഭീര സ്വരം ഉയർത്തി പറഞ്ഞപ്പോൾ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസർ തന്റെ പുനരുത്ഥാന ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ദൈവസഭയുടെ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ആമേൻ. ആ പ്രത്യാശയാണ് നമ്മുടെ അകത്തുള്ളത്. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കും. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അന്ത്യകാഹളം എന്നറിയപ്പെടുന്ന അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ കണ്ണി നയിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുന്നത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 10-ാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ ഇസ്രായേൽ ജനത്തിന് വേണ്ടി 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. അടുക്ക പണിയായി അവൻ നീ അത് ഉണ്ടാക്കണം. 2 കാഹളങ്ങൾ. ഒന്ന്, സഭയെ വിളിച്ചു കൂട്ടുവാനുള്ള കാഹളം. രണ്ടാമത്തെ കാഹളം പാളയം പുറപ്പെടാനുള്ള കാഹളം. ഒന്നാമത്തെ കാഹളം കൂടുമ്പോൾ ദൈവസഭയെല്ലാം ദൈവത്തിന്റെ സഭയെ ഒന്നിച്ചു കൂടണം. രണ്ടാമത്തെ കാഹളം കൂടുമ്പോൾ പാളയം പുറപ്പെട്ടു പോകണം. അങ്ങനെയെങ്കിൽ ഈ കാഹളത്തിൽ നിന്ന് ബന്ധിപ്പിച്ചു പറഞ്ഞാൽ ഒന്നാമത്തെ കാഹളമാകുന്ന ദൈവസഭയെ വിളിച്ചു കൂട്ടുവാനുള്ള കാഹളം ഊതുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. സുവിശേഷത്തിന്റെ കാഹളം, ദൈവസഭയെ വിളിച്ചു കൂട്ടുവാനുള്ള കാഹളം ഇന്നും അത് ശക്തമായി ഊതിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവത്തിന്റെ കാഹളം ഊതുകയാണ്. ദൈവസഭയെ വിളിച്ചു കൂട്ടുവാനുള്ള കാഹളം. അടുത്തൊരു കാഹളം ഊതുവാൻ പോകുന്നു. ദൈവസഭയാകുന്ന പാളയം ഇവിടം വിട്ട് പുറപ്പെട്ടു പോകുവാനുള്ള കാഹളമാണ്. ആ കാഹളത്തിനായിട്ടാണ് ദൈവസഭ കാത്തിരിക്കുന്നത്. ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേൾക്കുകയാണ്. ഒന്ന്, കർത്താവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. 2, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടും. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഓരോ ദിവസവും വർദ്ധിക്കട്ടെ. ആമേൻ. ഇതിന്റെ അടുത്ത ഭാഗം തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാൻ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ട് ഈ ഭാഗം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലും. എത്ര പുനരുത്ഥാനങ്ങളുണ്ട്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രായം എത്രയാണ്? ഇതൊക്കെ നമ്മുടെ ചിന്താ വിഷയങ്ങളാണ്. സ്വർഗത്തിൽ നമ്മുടെ പ്രായത്തിന് ഒരു തുല്യത ഉണ്ടാകും. സ്തോത്രം. 6 മാസം പ്രായമുള്ള കുട്ടിയും 60 വയസ്സുള്ള അപ്പച്ചനും മരിച്ചുപോയ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രായം എത്രയാണ് എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ്. അങ്ങനെ
നിരവധി വിഷയങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം അവൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ വ്യത്യസ്തതകളില്ലല്ലോ, എല്ലാവരും തുല്യരായിരിക്കുകയില്ലേ, അവിടെ നമ്മുടെ പ്രായം എത്രയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ചിന്തിക്കാം. ആമേൻ. ഈ സ്വർഗം നമ്മൾ കേൾക്കാൻ പോകുന്നു. കർത്താവ് ഗംഭീരനാദം, ആമേൻ, കാഹളത്തിനൊത്തൊരു ശബ്ദമാണ് മുഴങ്ങുന്നത്. ഇവിടെ കയറി വരിക. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നത് ഒരു വില നൽകിയതിന് തീർച്ചയായും ഒരു പ്രതിഫലമുണ്ട്. ആ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ ദൈവസഭ ഇവിടെ എടുത്തുകൊള്ളപ്പെടുകയാണ്. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ഒരുങ്ങാം, വിശുദ്ധിയോട് ഒരുങ്ങാം. വെളിപ്പാട് പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നു. അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ പ്രത്യാശയോടെ നമുക്ക് ഒരുങ്ങാം, വിശുദ്ധിയോടെ നിലനിർത്താം, ശക്തമായി മുന്നേറാം. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിന് അടിസ്ഥാനപ്പെട്ടത് ക്രിസ്ത്യൻ ജീവൻ നയിച്ച് അമ്മ മുന്നോറുവാൻ ദൈവത്തിനെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സ്വർഗത്തിന്റെ ദാനമായി അനുഗ്രഹിക്കുമാറാവട്ടെ.